പാൻഡമിക്കിന് ശേഷമാണ് ആ ഒരു മാരക രോഗം വന്നതിന് ശേഷമാണ് കുട്ടികളിലുള്ള ഇങ്ങനത്തെ ഓരോ ചേഞ്ചസ് കാണുന്നത് എന്നുള്ളത്. അത് ആ രോഗത്തിൻ്റെതല്ല, അതിനുശേഷം ഓൺലൈൻ പ്ലാറ്റ്ഫോം ഒരുപാട് വന്നു. അതിലൂടെയാണ് സ്റ്റഡീസും എഡ്യൂക്കേഷൻ എല്ലാം പോയത്. അതിൽ വന്ന മാറ്റങ്ങളാണ് ഇവർ പോയിന്റ് ഔട്ട് ചെയ്തത്. എന്നാലും ഇത്തരത്തിലും ഇവിടെ എന്താ പറയാ, സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സിന്റെ ഇടയിൽ നിന്ന് ചില കുട്ടികൾക്ക് പേടി അനുഭവപ്പെടാറുണ്ട്. ചില കുട്ടികൾ വല്ലാണ്ട് ഫിയർ ഉണ്ട്. ചില കുട്ടികൾക്ക് സബ്ജക്റ്റിനോടുള്ളൊരു ഫിയർ. ടീച്ചേഴ്സിനോട് ഇഷ്ടമുണ്ടെങ്കിൽ ആ സബ്ജക്റ്റിനെ ഇഷ്ടപ്പെടും, ടീച്ചേഴ്സിനോട് ഇഷ്ടമല്ലെങ്കിൽ ആ സബ്ജക്റ്റിനെ വെറുക്കും. ഇതൊക്കെ ഇന്നും കുട്ടികളിൽ ഉള്ള ഒരു ഇതൊക്കെയാണ്. ഇപ്പോൾ ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ ഇത്തരത്തിലുള്ള കുട്ടികളെയും പലരെയും കണ്ടിട്ടുണ്ടാവണം അല്ലേ? അവരുടെ ആ ഒരു കാഴ്ചപ്പാടും ബിഹേവിയറിൽ ഇതെല്ലാം നന്നായിട്ട് ഒരു മെഡിക്കൽ സൈഡിലും താങ്കൾക്ക് പറയാൻ പറ്റും. എന്തൊക്കെയാണ് സാറിന് ഇതിനോട്? അല്ല, ഇതിനകത്ത് കുറച്ച് ഇപ്പൊ സംസാരിച്ച മൂന്നാല് കാര്യങ്ങളില്ലേ, ഇപ്പോ സാർ പറഞ്ഞ പോലത്തെ സുരേഷ് കുമാർ സാറിനെ പോലുള്ള അധ്യാപകരുടെ ഉണ്ടായിട്ടുണ്ട്. ഇന്നും അങ്ങനെ അധ്യാപകരുണ്ട്. പക്ഷെ അതൊരിക്കലും ഒരു ജനറൽ അല്ല. അന്ന് ഇവിടെ സ്ഫടികം സിനിമ ഇറങ്ങിയ പോലത്തെ അങ്ങനത്തെ അധ്യാപകരുടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ സുരേഷ് കുമാർ സാറിനെ പണ്ടത്തെ അധ്യാപകരെല്ലാവരും അങ്ങനെ ആയിരുന്നു ജനറൽ ആക്കുന്ന സ്റ്റേറ്റ്മെന്റിനോട് എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. കാരണം അത് ഓരോ കാലഘട്ടത്തിലും ഓരോ സമയത്തും അങ്ങനെയുള്ള അധ്യാപകര്, നല്ല അധ്യാപകര്, ഗുരു എന്ന് വിളിക്കാൻ പറ്റുന്ന അധ്യാപകർ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അല്ലാത്ത രീതിയിലുള്ള ബിഹേവിയർ ഉള്ള ആളുകളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. സോ